ഹലോ വെൽക്കം ടു വിർച്വൽ ക്ലാസ് റൂം. PSC എക്സാംസിന് ആവശ്യമായിട്ടുള്ള SCERT ടെക്സ്റ്റ് ബുക്കിലെ കോണ്ടൻറ്റുകളാണ് നമ്മൾ പഠിക്കുന്നത്. SCERT ടെക്സ്റ്റ് ബുക്കിലെ 7th സ്റ്റാൻഡേർഡിലെ ബേസിക് സയൻസ് ആണ് നമ്മൾ ഇന്ന് കവർ ചെയ്യുന്നത്. ബേസിക് സയൻസിലെ പാർട്ട് 2 ടെക്സ്റ്റ് ബുക്കാണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. പാർട്ട് 1 ഓൾറെഡി കവർ ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക കേട്ടോ. പ്ലേലിസ്റ്റ് ആയിട്ട് ചാനലിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ ഇന്ന് തുടങ്ങുന്നത്. 6th ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേര് താപം നിത്യജീവിതത്തിൽ എന്നാണ്. നമ്മുടെ ഫിസിക്സിൽ വരുന്നൊരു പോർഷനാണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ പഠിച്ചെടുക്കാൻ പറ്റുന്നൊരു ചാപ്റ്ററാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള ഒരു ഇമേജാണ്. ആ ഒരു ഇമേജിൽ ഏതൊക്കെ ഊർജ്ജ രൂപങ്ങളാണ് പ്രയോജനപ്പെടുത്തുന്നത് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാണ്? സൗരോർജ്ജം പ്രയോജനപ്പെടുത്തുന്നുണ്ട്, പ്രകാശോർജ്ജം, താപോർജ്ജം, അങ്ങനെ പല ഊർജ്ജ രൂപങ്ങളും ഈ ഒരു ഇമേജിൽ തന്നെ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. നിത്യജീവിതത്തിൽ വിവിധ ഊർജ്ജ രൂപങ്ങൾ നമ്മൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. താപോർജ്ജം പ്രയോജനപ്പെടുത്തുന്ന വിവിധ സന്ദർഭങ്ങൾ എന്തൊക്കെയാണ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. താപോർജ്ജം നമ്മൾ എന്തിനൊക്കെയാണ് നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്നത്? ഒന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. പാചകം ചെയ്യാനല്ലേ, നമ്മൾ കുക്ക് ചെയ്യാൻ എന്താണ് ഉപയോഗിക്കുന്നത്? താപോർജ്ജമാണ് ഉപയോഗിക്കുന്നത്. വേറെ ഏതൊക്കെ സിറ്റുവേഷൻസിലാണ്? വേറെയും ഒരുപാട് സിറ്റുവേഷൻസിൽ നമ്മൾ താപോർജ്ജം ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ ഡ്രസ്സ് അയൺ ചെയ്യാനൊക്കെ അല്ലേ, ഡ്രസ്സ് അയൺ ചെയ്യാൻ എന്താണ് നമ്മൾ ഉപയോഗിക്കുന്നത്? താപോർജ്ജമാണ്. പിന്നെ ഹെയർ ഡ്രയറിലൊക്കെ താപോർജ്ജമാണ് നമ്മൾ പ്രയോജനപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് ഈ ഒരു താപോർജ്ജത്തിനെ പറ്റിയിട്ടാണ് കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്നത്. നോക്കാം. താപോർജ്ജം ജലത്തിൻ്റെ അവസ്ഥകളിൽ വരുത്തുന്ന മാറ്റങ്ങൾ നിരീക്ഷിച്ചറിഞ്ഞിട്ടുണ്ടല്ലോ. ജലത്തിൻ്റെ ഖരരൂപമാണല്ലോ ഐസ്. വായുവിൽ ഐസ് തുറന്നു വെച്ചാൽ എന്താണ് സംഭവിക്കുക? എന്തായിരിക്കും? ജലത്തിൻ്റെ തന്നെ ഖരരൂപമാണ് ഐസ് അല്ലേ, നമുക്കറിയാവുന്നതല്ലേ. ഖരരൂപമാണ് ഐസ്. പിന്നെ ദ്രാവക രൂപമാണ് ജലം എന്ന് പറയുന്നത്. വാതക രൂപം ഏതാണ്? നീരാവിയാണ്. അപ്പം നമ്മൾ വായുവിൽ ഒരു ഐസ് തുറന്നു വെച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക? അത് ഉരുകാൻ തുടങ്ങും അല്ലേ, മെൽറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. ജലം തിളപ്പിച്ചാലോ? അതായത് മെൽറ്റ് ചെയ്തിട്ട് എന്തായിട്ട് മാറും? ഐസ് ജലമായിട്ട് മാറും. ഇനി നമ്മൾ ജലം തിളപ്പിക്കുകയാണെങ്കിൽ എന്താ ചെയ്യുന്നത്? തിളപ്പിക്കാന്ന് വെച്ചാൽ എന്താണ്? അവിടെ നമ്മൾ താപോർജ്ജമാണ് കൊടുക്കുന്നത്. എന്താണ് മാറുക? എന്ത് മാറ്റമായിരിക്കും ഉണ്ടായിരിക്കുക? തിളപ്പിക്കുന്ന സമയത്ത് ജലത്തിൻ്റെ വാതക രൂപമായിട്ടുള്ള നീരാവിയായിട്ടാണത് മാറുന്നത്. പദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ അവ താപോർജ്ജം സ്വീകരിക്കുന്നു. താപോർജ്ജത്തിന് പദാർത്ഥങ്ങളുടെ അവസ്ഥയിൽ മാറ്റം വരുത്താൻ കഴിയുമോ? എന്താണ് നിങ്ങളുടെ ഊഹം എന്നാണ് കൊടുത്തിട്ടുള്ളത്. അത് നമ്മൾ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു എക്സ്പെരിമെൻ്റ് ആണ് നെക്സ്റ്റ് ചെയ്യുന്നത്. അപ്പം പദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അവ താപോർജ്ജം സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. ഈ താപോർജ്ജത്തിന് പദാർത്ഥങ്ങളുടെ അവസ്ഥയിൽ മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഒരു എക്സ്പെരിമെൻറ്റിലൂടെ പ്രൂവ് ചെയ്യാൻ നോക്കുന്നത്. ഉരുകുന്ന ഐസ് ക്യൂബുകൾ. ഈ ഒരു എക്സ്പെരിമെൻ്റ് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ട സാമഗ്രികൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ 2 ഗ്ലാസ് ടംബ്ലർ, സാധാരണ താപനിലയിലുള്ള ജലം വേണം, അതേപോലെ ചൂടുള്ള ജലവും വേണം, ഐസ് ക്യൂബുകളും വേണം. അപ്പോൾ ഫസ്റ്റത്തെ ഗ്ലാസ്സിൽ എന്താ ഇടുന്നത്? സാധാരണ താപനിലയിലുള്ള ജലം. രണ്ടാമത്തെ ഗ്ലാസ്സിൽ ചൂടുള്ള ജലമാണ് എടുത്തിട്ടുള്ളത്. ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു ഗ്ലാസ്സിൽ സാധാരണ താപനിലയിലുള്ള ജലവും മറ്റൊരു ഗ്ലാസ്സിൽ ചൂടുള്ള ജലവും എടുക്കുക. രണ്ടിലും ഏതാനും ഐസ് ക്യൂബുകൾ ഇടുക. ഏത് ഗ്ലാസ്സിലെ ഐസ് ക്യൂബാണ് വേഗത്തിൽ ഉരുകുന്നത്? എന്തുകൊണ്ടായിരിക്കും? ഏതായിരിക്കും? നമുക്കറിയാം, ചൂട് ജലമുള്ള, അതായത് ചൂടുള്ള വെള്ളമുള്ള ഗ്ലാസ്സിലിട്ട ഐസ് ക്യൂബുകളായിരിക്കും പെട്ടെന്ന് ഉരുകുന്നുണ്ടായിരിക്കാം. ഐസിൻ്റെ അവസ്ഥ മാറ്റത്തിന് കാരണമായ ഊർജ്ജരൂപം എന്താണ്? എന്തുകൊണ്ടാണ് ഇവിടെ പെട്ടെന്ന് ആ ഒരു ഗ്ലാസ്സിലുള്ള ഐസ് ഉരുകാൻ കാരണം? കാരണം അതിൽ ചൂടുണ്ടായിരുന്നു അല്ലേ, ആ വെള്ളത്തിൽ ചൂടുണ്ടായിരുന്നു. താപോർജ്ജം അവിടെ ഉണ്ടായതുകൊണ്ടാണ് എന്തായത്? ആ ഒരു ഗ്ലാസ്സിലുള്ള ഐസ് പെട്ടെന്ന് ഉരുകിയത്. ഐസിൻ്റെ അവസ്ഥ മാറ്റത്തിന് കാരണമായ ഊർജ്ജരൂപം ഏതാണ്? അപ്പം താപോർജ്ജമാണ്. ഐസ് ഉരുകാൻ ആവശ്യമായ താപം ലഭിച്ചത് എവിടെ നിന്നാണ്? ജലത്തിൽ നിന്നാണ്. തണുപ്പുകാലത്തെ വെളിച്ചെണ്ണ കട്ടയാകുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. അതിന് കാരണം എന്താണ്? ഇതുതന്നെയാണ് കാരണം. താപനില കുറയുന്ന സമയത്താണ് ആ ഒരു വെളിച്ചെണ്ണ കട്ടയാവുന്നത്. പദാർത്ഥങ്ങളുടെ അവസ്ഥയിൽ മാറ്റം വരുത്താൻ കഴിയുന്ന ഊർജ്ജരൂപമാണ് താപം. പോയിൻ്റാണ് കേട്ടോ, ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. പദാർത്ഥങ്ങളുടെ അവസ്ഥയിൽ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? മാറ്റം വരുത്താൻ താപത്തിന് പറ്റുന്നുണ്ട്. താപം ഒരു പദാർത്ഥത്തിൽ നിന്ന് മറ്റൊരു പദാർത്ഥത്തിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ടോ? ആ ഒരു കാര്യമാണ് നമ്മൾ ഇനി നോക്കുന്നത്. താപത്തിൻ്റെ കൈമാറ്റം. അവിടെ ഒരു ഇമേജ് കൊടുത്തിട്ടുണ്ട്. ഗ്യാസ് സ്റ്റൗവിൽ ഒരു പാത്രത്തിൽ അരി പാകം ചെയ്യുന്നതാണ് ചിത്രത്തിൽ കാണുന്നത്. ഗ്യാസ് സ്റ്റൗവിലെ തീനാളത്തിൽ നിന്ന് പ്രസരിക്കുന്ന താപോർജ്ജം അരിക്ക് ലഭിക്കുന്നത് എങ്ങനെയാണ്? താപം കൈമാറി ലഭിച്ച വഴികൾ എഴുതി ഫ്ലോ ചാർട്ട് പൂർത്തിയാക്കാനാണ് കൊടുത്തിട്ടുള്ളത്. എങ്ങനെയായിരിക്കും? ആ ഒരു സ്റ്റൗവിലെ തീനാളത്തിൽ നിന്നാണ് താപോർജ്ജം വരുന്നത് അല്ലേ. അതെവിടെ എത്തും? താപം അടുത്തത് എവിടേക്കാണ് എത്തുന്നത്? ആ ഒരു പാത്രത്തിലേക്കല്ലേ, ആ ഒരു സ്റ്റീൽ പാത്രത്തിലേക്കാണ് നെക്സ്റ്റ് താപം എത്തുന്നത്. അവിടെ നിന്നിട്ടും എവിടെ എത്തും? പാത്രത്തിലുള്ള ജലത്തിലേക്ക് താപം കൈമാറ്റം ചെയ്യപ്പെടും. പിന്നെ ആ ഒരു ജലത്തിൽ നിന്നാണ് അരിയിലേക്ക് താപം കൈമാറ്റം ചെയ്യപ്പെടുന്നത്. അപ്പോൾ സ്റ്റൗവിലെ തീനാളം എവിടേക്ക് എത്തും? പാത്രത്തിലേക്ക്. പാത്രത്തിൽ നിന്ന് ജലത്തിലേക്കും ജലത്തിൽ നിന്ന് അരിയിലേക്കുമാണ് താപം കൈമാറ്റം ചെയ്യപ്പെടുന്നത്.
സ്റ്റവിൻ്റെ തീനാളത്തിലൂടെ പ്രസരിക്കുന്ന താപം പാത്രത്തിലൂടെയും വെള്ളത്തിലൂടെയും കൈമാറി അരിയിലെത്തിയതുകൊണ്ടാണ് അരി വേവുന്നത്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? താപം എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പദാർത്ഥത്തിൽ നിന്ന് വേറൊരു പദാർത്ഥത്തിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട്. താപപ്രേക്ഷണം അഥവാ ട്രാൻസ്മിഷൻ ഓഫ് ഹീറ്റ്. താപം ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്നതിനെയാണ് താപപ്രേക്ഷണം എന്ന് പറയുന്നത്. താപം ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്നതിനാണ് നമ്മൾ താപപ്രേക്ഷണം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ള എക്സാമ്പിളിലും അതുതന്നെയാണ് നടക്കുന്നത്. ആ പോയിന്റും നോട്ട് ചെയ്ത് വെക്കണേ. ഇനി ഗ്യാസ് സ്റ്റവ് ഓഫ് ചെയ്ത് അല്പനേരം കഴിഞ്ഞാൽ പാത്രത്തിന് എന്ത് സംഭവിക്കും? ചൂട് തണിയും അല്ലേ? ചൂട് നഷ്ടപ്പെടുന്നുണ്ടായിരിക്കും. അങ്ങനെ സംഭവിക്കുന്നതിൻ്റെ കാരണം എന്താണ്? കാരണം ഇതൊരു പാത്രത്തിലേക്ക് മാത്രമല്ല താപം കൈമാറ്റം ചെയ്യപ്പെടുന്നത്. പാത്രത്തിൽ നിന്ന് എന്ത് ചെയ്യും? നമ്മുടെ വായുവിലേക്കും അതിന് ചുറ്റുമുള്ള വായുവിലേക്കും കൂടെ താപം കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെയാണ് അതിന് താപനഷ്ടം സംഭവിക്കുന്നത്. പാത്രത്തിൽ നിന്ന് മാത്രമല്ല, പാത്രത്തിനുള്ളിലെ പദാർത്ഥങ്ങളിൽ നിന്നും ചുറ്റുപാടിലേക്കും താപം പ്രേഷണം ചെയ്യപ്പെടുന്നുണ്ട്. ഇതിൻ്റെ ഫലമായി പാത്രത്തിനും അതിനുള്ളിലെ പദാർത്ഥങ്ങൾക്കും താപനഷ്ടം സംഭവിക്കുന്നുണ്ട്. ഇനി ഖരവസ്തുക്കളിലെ താപപ്രേക്ഷണം എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. നമ്മുടെ ചുറ്റുപാടും ധാരാളം വസ്തുക്കൾ ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥകളിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇവയിലെല്ലാം താപപ്രേക്ഷണം ഒരുപോലെ ആയിരിക്കും നടക്കുന്നുണ്ടായിരിക്കാം. അതിൻ്റെ ഒരു എക്സ്പെരിമെൻ്റാണ് നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്നത്. എന്തൊക്കെയാണ് വേണ്ടത്? 20 സെൻറ്റിമീറ്റർ നീളമുള്ള അലൂമിനിയം കമ്പി, മൊട്ടുസൂചികൾ, മെഴുകുതിരി, തീപ്പെട്ടി എന്നിവയാണ് നമുക്ക് വേണ്ടത്. എന്നിട്ട് ആ ചിത്രത്തിൽ കാണുന്നത് പോലെ എന്ത് ചെയ്യുക? ആ ഒരു അലൂമിനിയം കമ്പിയിൽ മെഴുക് ഉപയോഗിച്ച് തുല്യ അകലത്തിൽ മൊട്ടുസൂചികൾ ഒട്ടിച്ചു വെക്കണം. എന്നിട്ട് എന്ത് ചെയ്യാം? അതിൻ്റെ ഒരറ്റം കത്തുന്ന മെഴുകുതിരി ഉപയോഗിച്ച് ചൂടാക്കാം. അപ്പോൾ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നോക്കാം. എന്തായിരിക്കും സംഭവിക്കുക? ആ ഒരു അലൂമിനിയം കമ്പിയുടെ ഏതറ്റാണോ നമ്മൾ ചൂടാക്കുന്നത് അവിടെ നിന്നും എന്ത് ചെയ്യും? താപം മറ്റേ അറ്റത്തിലേക്ക് പ്രവഹിക്കാനായിട്ട് തുടങ്ങും. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് എന്ത് ചെയ്യും? ആ ഒരു മൊട്ടുസൂചികൾ നമ്മൾ മെഴുക് ഉപയോഗിച്ചാണല്ലോ ഒട്ടിച്ച് വെച്ചിട്ടുള്ളത്. അപ്പം മെഴുക് ഉരുകുന്ന സമയത്ത് മൊട്ടുസൂചികൾ താഴെ വീഴാനായിട്ട് തുടങ്ങും. അപ്പോൾ അത് വീഴുന്നത് എങ്ങനെയായിരിക്കും? എല്ലാ മൊട്ടുസൂചികളും ഒരുമിച്ചാണോ വീഴുക? അല്ല. ഏത് മൊട്ടുസൂചി ആയിരിക്കും ആദ്യം വീണിട്ടുണ്ടാവുക? ആ ഒരു താപം കൊടുത്ത ആ ഒരു അറ്റത്തിന് ഏറ്റവും അടുത്തുള്ള മൊട്ടുസൂചി ആയിരിക്കും ആദ്യം വീഴുന്നുണ്ടായിരിക്കുക. അങ്ങനെ ആ ഒരു ഓർഡറിലായിരിക്കും താപം ഈ അറ്റത്തേക്ക് വരുന്നതിനനുസരിച്ചായിരിക്കും ബാക്കി മൊട്ടുസൂചികൾ വീഴുന്നുണ്ടായിരിക്കാം. തീജ്വാലയിൽ നിന്ന് അലൂമിനിയം കമ്പിയിലൂടെ താപം പ്രേക്ഷണം ചെയ്യപ്പെടുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. എങ്ങനെ സംഭവിച്ചത്? ഇങ്ങനെ ഓരോ മൊട്ടുസൂചികളായിട്ട് വീഴാനുള്ള കാരണം. ഇതിപ്പോൾ നമ്മൾ നോക്കിയത് ഏതാണ്? അലൂമിനിയം കമ്പിയിലാണ്. ഇതേപോലെ തന്നെ നമുക്ക് ചെമ്പ്, ഇരുമ്പ് കമ്പികളൊക്കെ ഉപയോഗിച്ചിട്ട് ഈ ഒരു പരീക്ഷണം ആവർത്തിച്ച് നോക്കാനായിട്ട് പറ്റും. അലൂമിനിയത്തിൽ മാത്രമല്ല മറ്റു ലോഹങ്ങളിലും താപപ്രേക്ഷണം നടക്കുന്നുണ്ട്. ഇനി നമ്മൾ വേറെ നോക്കേണ്ടത് മരക്കഷ്ണം, ഗ്ലാസ് റോഡ് എന്നിവ ഉപയോഗിച്ചിട്ടും ഇതേ സെയിം സാധനം തന്നെ ചെയ്ത് നോക്കുക. പക്ഷെ എന്ത് ചെയ്യുന്നില്ല? മരക്കഷ്ണവും ഗ്ലാസ് റോഡും ഒന്നും താപം ഇതേപോലെ താപപ്രേക്ഷണം ചെയ്യുന്നില്ല. അതായത് താപത്തിനെ ഒരു ഭാഗത്ത് നിന്ന് അടുത്ത ഭാഗത്തിലേക്ക് കടത്തിവിടുന്നില്ല ഇവയൊന്നും. അപ്പോൾ ഈ ഒരു പ്രവർത്തനത്തിനാണ് നമ്മൾ പറയുന്നത് എന്ത്? ചാലനം അഥവാ കണ്ടക്ഷൻ എന്ന് പറയുന്നത്. ലോഹക്കമ്പിയുടെ ഒരറ്റത്ത് താപം ലഭിക്കുമ്പോൾ ആ ഭാഗത്തുള്ള തന്മാത്രകൾ താപം സ്വീകരിച്ച് തൊട്ടടുത്തുള്ള തന്മാത്രകളിലേക്ക് കൈമാറ്റം ചെയ്യുന്നു. ഇത്തരത്തിൽ താപം കൈമാറി പ്രേക്ഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് ചാലനം എന്നറിയപ്പെടുന്നത്. ഖരവസ്തുക്കളിൽ താപം പ്രേക്ഷണം ചെയ്യപ്പെടുന്നത് ചാലനം വഴിയാണ്. ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ് കേട്ടോ. നമ്മൾ ഈ മെയിനായിട്ടും ലോഹക്കമ്പികളുടെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. ലോഹക്കമ്പികളിൽ എന്താണ് സംഭവിക്കുന്നത്? ഒരറ്റത്ത് നമ്മൾ ചൂടാക്കുകയാണെങ്കിൽ അവിടെയുള്ള തന്മാത്രകൾ ആദ്യം താപം സ്വീകരിക്കും. എന്നിട്ട് തൊട്ടടുത്തുള്ള തന്മാത്രയ്ക്ക് എന്ത് ചെയ്യും? ആ ഒരു താപം കൈമാറ്റം ചെയ്യുന്നുണ്ട്. അങ്ങനെ താപം കൈമാറി പ്രേക്ഷണം ചെയ്യപ്പെടുന്ന രീതിയെയാണ് നമ്മൾ ചാലനം എന്ന് പറയുന്നത്. ഖരവസ്തുക്കളിൽ താപം പ്രേക്ഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് ഇത് ചാലനം എന്നറിയപ്പെടുന്നത്. ഇനി താപം കടത്തിവിടുന്ന വസ്തുക്കളെ പറ്റിയിട്ടാണ് പറയുന്നത്. അലൂമിനിയം, ചെമ്പ്, മരക്കഷ്ണം, ഇരുമ്പ്, ഗ്ലാസ് റോഡ് എന്നിവ ഉപയോഗിച്ച് പരീക്ഷണം നമ്മൾ ഓൾറെഡി ചെയ്തു. ഇവയെ താപം നന്നായി കടത്തിവിടുന്നവ എന്നും താപം നന്നായി കടത്തിവിടാത്തവ എന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തരംതിരിക്കാനായിട്ട് പറ്റും. നമ്മൾ കണ്ടല്ലോ ആദ്യം നമ്മൾ താപം നന്നായി കടത്തിവിടുന്നവ ഏതൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതിൽ ഏതൊക്കെയാണ്? അലൂമിനിയം, ചെമ്പ്, അതേപോലെ ഇരുമ്പൊക്കെ എന്ത് ചെയ്യും? താപം നന്നായിട്ട് കടത്തിവിടും. ഇനി മരക്കഷ്ണവും ഗ്ലാസ് റോഡുമാണ് താപം നന്നായിട്ട് കടത്തിവിടാത്തവയായിട്ട് വരുന്നത്. ഇതിനെ നമുക്ക് രണ്ട് പേരായിട്ടും വിളിക്കാം. എന്താണ്? സുചാലകങ്ങളും കുചാലകങ്ങളും. ഗുഡ് കണ്ടക്ടേഴ്സും പുവർ കണ്ടക്ടേഴ്സും. ചാലനം വഴി താപം നന്നായി കടത്തിവിടുന്ന വസ്തുക്കളെയാണ് നമ്മൾ സുചാലകങ്ങൾ എന്ന് വിളിക്കുന്നത്. അതേപോലെ താപം നന്നായി കടത്തിവിടാത്ത വസ്തുക്കളെ കുചാലകങ്ങൾ എന്നും വിളിക്കുന്നു. നന്നായി കടത്തിവിടുന്ന വസ്തുക്കളെ നമ്മൾ സുചാലകങ്ങൾ എന്ന് വിളിക്കുന്നു. അതിന് എക്സാമ്പിളാണ് ഏതൊക്കെ? അലൂമിനിയം, ഇരുമ്പ്, ഇപ്പോൾ നമ്മൾ പറഞ്ഞ ചെമ്പൊക്കെ. ഇനി കുചാലകങ്ങൾ എന്ന് വെച്ചാൽ താപം നന്നായി കടത്തിവിടാത്ത വസ്തുക്കളാണ്. അതിന് എക്സാമ്പിളാണ് മരക്കഷ്ണം, ഗ്ലാസ് റോഡ് എന്നിവയൊക്കെ.
ഇനി നമുക്ക് ടെക്സ്റ്റിൽ കൊടുത്ത ഒരു 3 സിറ്റുവേഷൻസിൽ നമ്മൾ സുചാലകങ്ങളാണോ അതോ കുചാലകങ്ങളാണോ ഉപയോഗിക്കുന്നത് എന്നുള്ളത് നോക്കാം. ചൂടുള്ള പാത്രം അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കാൻ ഏതായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാവുക? നമുക്ക് ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട് പിടിക്കേണ്ടതാണ്. അപ്പോൾ എന്താ വരുത്? അത് പെട്ടെന്ന് ചൂടാവാൻ പാടില്ല. അങ്ങനെ ആവുന്ന സമയത്ത് നമ്മൾ ഏതാ യൂസ് ചെയ്യുക? കുചാലകങ്ങളാണ് യൂസ് ചെയ്യുക. പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങളുടെ കൈപ്പിടി നിർമ്മിക്കാൻ അതും എന്തായിരിക്കും? കുചാലകങ്ങളായിരിക്കും അല്ലേ. കൈപ്പിടി എന്താ വെറുതെ പെട്ടെന്ന് ചൂടാവാൻ പാടില്ല, അതുകൊണ്ട് നമ്മൾ കുചാലകങ്ങളാണ് ഉപയോഗിക്കുന്നത്. പിന്നെ പാചകത്തിനുള്ള പാത്രങ്ങൾ നിർമ്മിക്കാനോ? അവ പെട്ടെന്ന് ചൂടായാലല്ലേ നമുക്ക് പെട്ടെന്ന് കുക്കായി കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവ സുചാലകങ്ങളായിരിക്കും ഉപയോഗിക്കുന്നുണ്ടായിരിക്കുക. ഈ അവിടെ കൊടുത്തിട്ടുള്ള ഇമേജസിൽ കണ്ടില്ലേ, അങ്ങനെ കുക്കിങ്ങിനുള്ള കൂടുതൽ പാത്രങ്ങളിലും എന്തായിരിക്കും? രണ്ടും വരുന്നുണ്ടായിരിക്കും. സുചാലകങ്ങളും അതേപോലെ കുചാലകങ്ങളും ഉപയോഗിച്ചിട്ടായിരിക്കും നിർമ്മിച്ചിട്ടുണ്ടാവുക. ഇപ്പം നമ്മൾ പറഞ്ഞത് ഖരപദാർത്ഥങ്ങളിൽ എങ്ങനെയാണ് താപപ്രേക്ഷണം നടക്കുന്നത് എന്നുള്ളതാണ്. ഇനി നമ്മൾ നോക്കുന്നത് ദ്രാവകങ്ങളിലും വാതകങ്ങളിലും ഒക്കെ ഈ ഒരു താപപ്രേക്ഷണം എങ്ങനെയാണ് നടക്കുന്നതെന്ന്. അപ്പം ദ്രാവകങ്ങളുടെ കേസ് നോക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പരീക്ഷണമാണ് ചെയ്യാനുള്ളത്. അതിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, അടപ്പുള്ള സുതാര്യമായൊരു പ്ലാസ്റ്റിക് ജാർ വേണം. പിന്നെ ജാറിൻ്റെ അതേ വാവട്ടമുള്ള ഗ്ലാസ് ടംബ്ലർ, മേസൺ പൈപ്പ്, പൊട്ടാസ്യം പെർമാംഗനേറ്റ്, ചൂടുവെള്ളം, തണുത്ത വെള്ളം, ഇവയൊക്കെയാണ് വേണ്ടത്. ഇവ വെച്ചിട്ട് എങ്ങനെയാണ് എക്സ്പെരിമെൻറ്റ് ചെയ്യാമെന്ന് വെച്ചാൽ അതിൽ കൊടുത്തിട്ടുള്ളത് പറയാം. പ്ലാസ്റ്റിക് ജാറിൻ്റെ അടപ്പിൽ 2 ദ്വാരങ്ങൾ ഉണ്ടാക്കുക. ഓരോ ദ്വാരത്തിലും 10 സെൻറ്റിമീറ്റർ നീളമുള്ള മേസൺ പൈപ്പ് വായു കടക്കാത്ത വിധം ഉറപ്പിക്കുക. പ്ലാസ്റ്റിക് ജാറിൻ്റെ അതേ വാവട്ടമുള്ള ഗ്ലാസ് ടംബ്ലറിൽ ചൂടുവെള്ളം എടുക്കുക. അതിലൽപ്പം പൊട്ടാസ്യം പെർമാംഗനേറ്റ് തരികൾ ചേർക്കുക. പ്ലാസ്റ്റിക് ജാറിൽ തണുത്ത വെള്ളം എടുത്ത ശേഷം മേസൺ പൈപ്പ് ഉറപ്പിച്ച അടപ്പ് കൊണ്ട് അടയ്ക്കുക. പൊട്ടാസ്യം പെർമാംഗനേറ്റ് കലർത്തിയ ചൂടുവെള്ളം എടുത്ത ഗ്ലാസ്സിന് മുകളിൽ ഈ പ്ലാസ്റ്റിക് ജാർ കമിഴ്ത്തി വയ്ക്കുക. അപ്പോൾ ഒരു ഇമേജിൽ കാണുന്നത് പോലെ ഒരു പ്ലാസ്റ്റിക് ജാറിൽ എന്താണ് എടുക്കുന്നത്? തണുത്ത വെള്ളമാണ് എടുക്കുന്നത് അല്ലേ. അതിൻ്റെ അടപ്പിൽ മേസൺ പൈപ്പ് 2 മേസൺ പൈപ്പും വെച്ചിട്ടുണ്ടായിരിക്കും. ഗ്ലാസ് ടംബ്ലറിൽ നമ്മൾ ചൂടുവെള്ളമാണ് എടുക്കുന്നത്. ചൂടുവെള്ളത്തിലേക്ക് എന്താണ് ചേർക്കുന്നത്? പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആണ്. അപ്പോൾ അതിന് ആ ഒരു ചിത്രത്തിൽ കാണുന്നത് പോലെ ഉജാലേൻ്റെ കളറായിരിക്കും ഉണ്ടായിരിക്കുക. എന്നിട്ട് നമ്മൾ ഈ ഗ്ലാസ് ടംബ്ലറിൻ്റെ മുകളിലേക്ക് ഈ ഒരു പ്ലാസ്റ്റിക് ജാർ കമിഴ്ത്തി വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ആ ഒരു ഇമേജിൽ കാണുന്നത് പോലെ തന്നെ താഴെയുള്ള ചൂടുവെള്ളം എന്ത് ചെയ്യും? മുകളിലുള്ള ഗ്ലാസ്സിലേക്ക് ആ ഒരു പൈപ്പിലൂടെ, ഒരു മേസൺ പൈപ്പിലൂടെ മുകളിലെത്തും. അപ്പോൾ എന്ത് ചെയ്യും? ആ ഒരു സ്പേസിലേക്ക് മുകളിലുള്ള തണുത്ത വെള്ളം മറ്റേ പൈപ്പിലൂടെ താഴത്തേക്കും വരും. അങ്ങനെയാണ് സംഭവിക്കുന്നത്. ആ ഇമേജിൽ കാണുന്നത് പോലെ തന്നെ താഴെയുള്ള ചൂടുവെള്ളം എന്ത് ചെയ്യും? തന്മാത്രകൾ ചൂടായിട്ട് മുകളിലേക്ക് വരും ഒരു പൈപ്പിലൂടെ. അപ്പോൾ ആ ഒരു ഗ്യാപ്പിലേക്ക് മുകളിലുണ്ടായിരുന്ന തണുത്ത വെള്ളം താഴേക്കും വരും. ഇങ്ങനെ സംഭവിക്കാനുള്ള റീസൺ എന്തായിരിക്കും? ഈ പരീക്ഷണത്തിൽ മേസൺ പൈപ്പിലൂടെ ചൂടുവെള്ളം മുകളിലേക്ക് ഒഴുകുമ്പോൾ തണുത്ത വെള്ളം മറ്റേ പൈപ്പിലൂടെ എന്ത് ചെയ്യും? താഴത്തേക്ക് ഒഴുകുന്നു. ഇത് ചൂട് പിടിച്ച് വീണ്ടും മുകളിലേക്ക് ഉയരുന്നു. ഇങ്ങനെ താപം ദ്രാവകത്തിൻ്റെ എല്ലായിടത്തും വ്യാപിക്കുന്നു. ഈ പരീക്ഷണത്തിൽ ചൂടുവെള്ളത്തിൽ നിന്ന് തണുത്ത വെള്ളത്തിലേക്ക് താപം പ്രേക്ഷണം ചെയ്യപ്പെട്ടത് തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേനയാണ് അല്ലേ. തന്മാത്രകൾ ചൂട് പിടിച്ച് അതിൻ്റെ സ്ഥാനത്തിലാണ് മാറ്റം ഉണ്ടായിട്ടുള്ളത് അല്ലേ. കൈമാറ്റമല്ല ചെയ്യുന്നത്, സ്ഥാനമാറ്റമാണ് തന്മാത്രകൾക്ക് സംഭവിക്കുന്നത്. തന്മാത്രകൾ സഞ്ചരിക്കുമ്പോൾ താപോർജ്ജം കൈമാറുന്നു. ദ്രാവകങ്ങളിലെല്ലാം താപപ്രേക്ഷണം നടക്കുന്നത് തന്മാത്രകളുടെ സ്ഥാനമാറ്റം വഴിയാണ്. അതാണ് കേട്ടോ എങ്ങനെയാണ് നടക്കുന്നത്. ഖരങ്ങളിൽ നമ്മൾ പറഞ്ഞു എന്താണ്? തന്മാത്രകളുടെ കൈമാറ്റം വഴിയാണ് അല്ലേ. അതിനാണ് നമ്മൾ ചാലനം എന്ന് പറയുന്നത്. ദ്രാവകങ്ങളിൽ എങ്ങനെയാണ്? തന്മാത്രകളുടെ സ്ഥാനമാറ്റം വഴിയാണ് താപപ്രേക്ഷണം നടക്കുന്നത്. ഇനി വാതകങ്ങളിൽ എങ്ങനെയാണ് താപപ്രേക്ഷണം നടക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതിനും ഒരു എക്സ്പെരിമെൻ്റാണ് ചെയ്യുന്നത്. എന്തൊക്കെയാണ് വേണ്ടത്? 5 സെൻറ്റിമീറ്റർ വണ്ണവും 30 സെൻറ്റിമീറ്റർ നീളവുമുള്ളൊരു PVC പൈപ്പ് വേണം. ചന്ദനത്തിരി, തീപ്പെട്ടി, മെഴുകുതിരി, ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, PVC പൈപ്പിൻ്റെ ഒരറ്റത്ത് 8 സെൻറ്റിമീറ്റർ ഉയരത്തിൽ പെൻസിൽ വണ്ണമുള്ളൊരു ദ്വാരം ഉണ്ടാക്കുക. മേശപ്പുറത്ത് ഒരു ചെറിയ മെഴുകുതിരി കത്തിച്ചു വയ്ക്കുക. PVC പൈപ്പിനുള്ളിൽ മെഴുകുതിരി വരത്തക്ക വിധം ചിത്രത്തിൽ കാണുന്നത് പോലെ പൈപ്പ് ക്രമീകരിക്കുക. പൈപ്പ് ക്രമീകരിക്കുമ്പോൾ ദ്വാരമിട്ട ഭാഗം PVC പൈപ്പിൻ്റെ അടിഭാഗത്ത് വരണം. ചന്ദനത്തിരി കത്തിച്ച് പുക ഉയരുന്നത് നിരീക്ഷിക്കൂ. കത്തിച്ച ചന്ദനത്തിരി പൈപ്പിൻ്റെ ദ്വാരത്തിന് സമീപത്തായി കൊണ്ടുവരും. അപ്പം പുകയുടെ ദിശയിൽ, അതായത് പ്രവാഹത്തിൻ്റെ ദിശയിൽ എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നതെന്നാണ് നോക്കേണ്ടത്. അതായത് ഒരു ചെറിയ മെഴുകുതിരി നമ്മൾ മേശപ്പുറത്ത് കത്തിച്ച് വയ്ക്കുക. എന്നിട്ട് ഈ ഒരു PVC പൈപ്പ് എന്ത് ചെയ്യുക? അതിൻ്റെ മുകളിലായിട്ട് വയ്ക്കുക. അതിനൊരു ദ്വാരം ഇട്ടിട്ടുണ്ടായിരിക്കണം താഴെ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ചന്ദനത്തിരി കത്തിച്ച് ആ ദ്വാരത്തിൻ്റെ അടുത്തേക്ക് ആ ഒരു പുക എത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് മാറ്റമാണ് ഉണ്ടാവുന്നതെന്നാണ് നോക്കേണ്ടത്. PVC പൈപ്പിനകത്തെ വായു ചൂട് പിടിച്ച് മുകളിലേക്ക് ഉയരുമ്പോൾ ആ ഭാഗത്തേക്ക് ദ്വാരത്തിലൂടെ തണുത്ത വായു പ്രവഹിക്കുന്നു അല്ലേ. പുറത്തുള്ള വായു എന്തായിരിക്കും? തണുത്തതായിരിക്കും. ആ ഒരു PVC പൈപ്പിൻ്റെ ഉള്ളിലുള്ള വായു എന്ത് ചെയ്യും? ഈ മെഴുകുതിരിയുടെ താപം മൂലം ആ ഒരു വായു ചൂട് പിടിച്ച് മുകളിലേക്ക് ഉയരും. അപ്പോൾ ഈ ഒരു ദ്വാരത്തിലൂടെ എന്ത് ചെയ്യും? പുറത്തുള്ള തണുത്ത വായു ഈ ഒരു PVC പൈപ്പിൻ്റെ ഉള്ളിലേക്ക് കടക്കുന്നു. ഈ പ്രവാഹത്തോടൊപ്പം ചന്ദനത്തിരിയുടെ പുകയും അകത്തു കടക്കുന്നു. ഇങ്ങനെ അകത്തു കടന്ന വായുവും ചൂട് പിടിച്ച് മുകളിലേക്ക് ഉയരുന്നു.
ഇവിടെയും ദ്രാവകങ്ങളിൽ നടക്കുന്നത് പോലെ തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേനയാണ് താപം ഒരു ഭാഗത്തു നിന്നും മറ്റു ഭാഗങ്ങളിലേക്ക് പ്രേഷണം ചെയ്യപ്പെട്ടത്. ഇങ്ങനെ പൈപ്പിനകത്തെ വായുവിൽ താപം വ്യാപിക്കുന്നു. അപ്പോൾ ഇവിടെയും എന്താണ് കേസ്? തന്മാത്രകളുടെ ചലനം മൂലമാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെയും താപപ്രേഷണം നടക്കുന്നത്. ഇതിനെയാണ് നമ്മൾ സംവഹനം എന്ന് പറയുന്നത്. വാതകങ്ങളിലും ദ്രാവകങ്ങളിലും തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന നടക്കുന്ന താപപ്രേക്ഷണ രീതിയാണ് സംവഹനം. അപ്പം ഖരപദാർത്ഥങ്ങളിൽ എങ്ങനെയാണ്? ചാലനം വഴിയാണ് താപപ്രേക്ഷണം നടക്കുന്നത്. ദ്രാവകങ്ങളിലും വാതകങ്ങളിലും എങ്ങനെയാണ്? തന്മാത്രകളുടെ സ്ഥാനമാറ്റം വഴിയാണ്. അതിനെയാണ് നമ്മൾ സംവഹനം എന്ന് പറയുന്നത്. ഇതുവരെ നമ്മൾ പറഞ്ഞ കേസസിലൊക്കെ തന്മാത്രകൾ ഉണ്ടായിരുന്നു അല്ലേ? തന്മാത്രകൾ ഒരു മാധ്യമമായിട്ട് ഉണ്ടായിരുന്നു. അതായത് താപം പ്രേക്ഷണം ചെയ്യപ്പെടുന്നത് തന്മാത്രകൾ ത്രൂ ആയിരുന്നു. പക്ഷേ ഈ ഒരു മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ ഈ ഒരു താപം എങ്ങനെയായിരിക്കും പ്രേക്ഷണം ചെയ്യപ്പെടുക എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് ഇപ്പം സൂര്യനിൽ നിന്നുള്ള താപമൊക്കെ ഭൂമിയിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? അതിനിടയിൽ വേറെ മാധ്യമങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പം അവിടുത്തെ ഒക്കെ ഏത് രീതിയിലാണ് താപപ്രേക്ഷണം നടക്കുന്നത് എന്നുള്ളതാണ് നമ്മളിനി നോക്കുന്നത്. വികിരണം അഥവാ റേഡിയേഷൻ. മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ താപം പ്രേക്ഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് വികിരണം. വികിരണം വഴി എല്ലാ ദിശയിലേക്കും താപം പ്രേക്ഷണം ചെയ്യപ്പെടുന്നു. സൂര്യൻ്റെ താപം ഭൂമിയിൽ എത്തുന്നത് വികിരണം വഴിയാണ്. ഇരുണ്ടതോ പരുവരുത്തതോ ആയ പ്രതലങ്ങളേക്കാൾ വെളുത്തതോ മിനുസമുള്ളതോ ആയ പ്രതലങ്ങൾ വികിരണ താപത്തെ കൂടുതൽ പ്രതിഫലിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ താപം പ്രേക്ഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് ഏത്? വികിരണം അഥവാ റേഡിയേഷൻ എന്നറിയപ്പെടുന്നത്. അതുവഴി എങ്ങനെയായിരിക്കും? എല്ലാ ദിശയിലേക്കും ഒരുപോലെ ആയിരിക്കും താപം പ്രേക്ഷണം ചെയ്യപ്പെടുന്നത്. സൂര്യൻ്റെ താപം ഭൂമിയിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? വികിരണം വഴിയാണ്. പിന്നെ അതിൽ പ്രതിപദിക്കാനായിട്ട് കൂടുതൽ എളുപ്പം ഏതാണ്? വെളുത്തതോ അല്ലെങ്കിൽ മിനുസമുള്ളതോ ആയ പ്രതലങ്ങളാണ് വികിരണ താപത്തെ കൂടുതലും പ്രതിപദിപ്പിക്കുന്നത്. അതിന് വേറൊരു എക്സാമ്പിളാണ് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫിലമെൻറ്റ് ബൾബിൽ നിന്നും താപം താഴത്തേക്ക് എത്തുന്നതും വികിരണം ത്രൂ തന്നെയാണ്. ഇനി നമ്മൾ ചൂടാറാപ്പെട്ടി എന്താണെന്നാണ് നോക്കുന്നത്. പാചക ഇന്ധനത്തിൻ്റെ ഉപയോഗം കുറയ്ക്കുന്നതിനും പാചകം ചെയ്ത ഭക്ഷ്യവസ്തുക്കൾ ചൂട് നഷ്ടപ്പെടാതെ സംരക്ഷിക്കുന്നതിനുമുള്ള സംവിധാനമാണ് ചൂടാറാപ്പെട്ടി. ഇതിൽ ഭക്ഷ്യവസ്തുക്കൾ ശരാശരി 8 മണിക്കൂർ സമയം ചൂട് നഷ്ടപ്പെടാതെ സൂക്ഷിക്കാം. ഏകദേശം വെന്ത അരി വെള്ളത്തോടെ ഇതിൽ ഇറക്കി വെച്ചാൽ അരി വേവിക്കാനുള്ള ഇന്ധന ചെലവ് പകുതിയോളം കുറയ്ക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ചൂടാറാപ്പെട്ടി ഉപയോഗിക്കുന്നത് പാചകം ചെയ്ത വസ്തുക്കൾ എന്ത് ചെയ്യാനാണ്? താപം നഷ്ടപ്പെടാതെ സംരക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ പാചകം ചെയ്യാനുള്ള ഇന്ധനത്തിൻ്റെ ചെലവ് കുറയ്ക്കുന്നതിനും വേണ്ടിയിട്ടാണ്. അരിയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? പകുതി വേവിച്ച അരി അതേപടി തന്നെ ഇതിൽ ഇറക്കി വെക്കുകയാണെങ്കിൽ ബാക്കി എന്ത് ചെയ്യും? അതിൽ നിന്ന് തന്നെ വെന്തോളും. ചൂടാറാപ്പെട്ടിയിൽ തെർമോക്കോൾ ഉപയോഗിക്കുന്നുണ്ട്. തെർമോക്കോൾ എന്താണ്? ഒരു കുചാലകമാണ് അല്ലേ? താപം കടത്തിവിടുന്നില്ല. അതുകൊണ്ട് തന്നെ ചാലനം വഴിയുള്ള താപനഷ്ടം ഈ ഒരു ചൂടാറാപ്പെട്ടിയിൽ നടക്കുന്നില്ല. അതേപോലെ ചൂടാറാപ്പെട്ടി അടച്ചു വെക്കുന്നതിനാൽ സംവഹനം വഴിയുള്ള താപനഷ്ടവും നടക്കുന്നില്ല. അങ്ങനെ താപം എന്ത് ചെയ്യപ്പെടുന്നുണ്ട്? അവിടെ താപം നഷ്ടപ്പെടാതെ സൂക്ഷിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ചൂടാറാപ്പെട്ടി ഉപയോഗിക്കുന്നത്. ഇനി ഐസ് പെട്ടീൻ്റെ കേസും കൂടെ പറയുന്നുണ്ട്. അതും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം. മത്സ്യം പോലുള്ള ആഹാര പദാർത്ഥങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കുന്നതിന് ഐസ് ഉപയോഗിക്കാറുണ്ട്. ഐസ് വളരെ വേഗം ഉരുകാതെ സൂക്ഷിക്കാനാണ് നമ്മൾ ഐസ് പെട്ടി ഉപയോഗിക്കുന്നത്. ഐസ് പെട്ടി എങ്ങനെ നിർമ്മിക്കുക എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ചെറിയ പെട്ടി, തെർമോക്കോൾ, പശ, വെള്ള ഇനാമൽ പെയിൻറ്റ് ഇവയൊക്കെയാണ് വേണ്ടത്. എന്നിട്ട് എങ്ങനെയാണ്? തെർമോക്കോൾ മുറിച്ച് എന്ത് ചെയ്യണം? ഈ ചെറിയ പെട്ടിയുടെ എല്ലാ വശത്തും, സൈഡുകളിലും അടിവശത്തും മുകളിലും അതായത് അടപ്പിലും ഒക്കെ ഒട്ടിച്ചു വയ്ക്കണം. എന്നിട്ട് പെട്ടിയുടെ അകത്തും പുറത്തും വെള്ള ഇനാമൽ പെയിൻ്റ് അടിക്കണം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഐസ് കഷ്ണങ്ങൾ ഈ പെട്ടിയിലിട്ട് അടച്ച് സൂക്ഷിക്കാം. കുറേ നേരം എന്ത് ചെയ്യും? അത് ഐസ് ഉരുകാതെ സൂക്ഷിക്കാനായിട്ട് പറ്റും. ഒന്നാമത് ഈ തെർമോക്കോളും വൈറ്റ് ഇനാമൽ പശയൊക്കെ പെയിൻറ്റൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ട് എന്ത് ചെയ്യും? അതിൽ താപനഷ്ടം ഉണ്ടാവാറില്ല. അതായത് താപം സ്വീകരിച്ചാലല്ലേ ഐസ് ഉരുകുള്ളൂ. അപ്പം ഐസ് ഉരുകാതെ സംരക്ഷിക്കാനായിട്ട് ഐസ് പെട്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ഖരവസ്തുക്കളുടെ താപീയ വികാസത്തെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. താപം ലഭിക്കുമ്പോൾ ഖരവസ്തുക്കൾ വികസിക്കുന്നുണ്ടോ? അത് പ്രൂവ് ചെയ്യാനുള്ളൊരു പരീക്ഷണമാണ് നമ്മൾ നോക്കുന്നത്. ആവശ്യമായിട്ടുള്ള സാമഗ്രികൾ: ബാറ്ററി, ബൾബ്, കണക്റ്റിംഗ് വയർ, 2 അലൂമിനിയം തകിടുകൾ, മെഴുകുതിരി, തീപ്പെട്ടി. ചിത്രത്തിൽ കാണുന്നത് പോലെ, അതായത് ഈ ഒരു സർക്യൂട്ടിൽ കാണുന്നത് പോലെ ബാറ്ററി, ബൾബ്, കണക്റ്റിംഗ് വയർ, 2 അലൂമിനിയം തകിടുകൾ എന്നിവ ഉപയോഗിച്ച് വൈദ്യുത സർക്യൂട്ട് ഒരു ബോർഡിൽ ക്രമീകരിക്കുക. വയറിൻ്റെ ഇരുവശങ്ങളിലും അലൂമിനിയം തകിടുകൾ പരസ്പരം തൊടാതെ വളരെ അടുത്തായിട്ടാണ് വെക്കേണ്ടത്. അലൂമിനിയം തകിടുകൾ മെഴുകുതിരി ഉപയോഗിച്ച് ചൂടാക്കുക. എന്നിട്ട് എന്താ സംഭവിക്കുന്നതെന്നാണ് നമ്മൾ നോക്കേണ്ടത്. അതായത് ഇതിൽ കാണുന്നത് പോലെ ഒരു സർക്യൂട്ട് ഉണ്ടാക്കുകയാണ്. ബാറ്ററിയും ബൾബും ഈ ഒരു കണക്റ്റിംഗ് വയറിൻ്റെ അറ്റത്തായിട്ട് നമ്മൾ 2 അലൂമിനിയം തകിടുകളാണ് വെക്കുന്നത്. പക്ഷെ അവ എന്ത് ചെയ്യുന്നില്ല? കൂട്ടിമുട്ടുന്നില്ല. അതിൻ്റെ ഇടയിലൊരു ഗ്യാപ്പ് ഉണ്ടായിരിക്കും. പക്ഷേ വളരെ അടുത്തായിട്ടാണ് വെക്കുന്നത്. എന്നിട്ട് നമ്മൾ അതിൻ്റെ താഴെ ഒരു മെഴുകുതിരി വെച്ച് ചൂടാക്കുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ എന്താ സംഭവിക്കുക? ചൂടാവുന്ന സമയത്ത് ഈ അലൂമിനിയം തകിടുകൾ എന്ത് ചെയ്യും? വികസിച്ച് വന്നിട്ട് അവ കൂട്ടിമുട്ടുന്ന സമയത്ത് എന്താവും? അതൊരു ക്ലോസ്ഡ് സർക്യൂട്ട് ആവും. അപ്പം ബൾബ് പ്രകാശിക്കും. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ മെഴുകുതിരി മാറ്റി വയ്ക്കാം. അതായത് ഇതിനെ ഇപ്പം ചൂടായതുകൊണ്ടാണ് അവ കൂട്ടിമുട്ടിയത്. മെഴുകുതിരി മാറ്റി ഇത് തണുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? അത് പിന്നെയും ആദ്യം ഉണ്ടായിരുന്ന അവസ്ഥയിലേക്ക് തന്നെ മാറും. അതായത് അവിടെ ഉണ്ടായിരുന്ന ഗ്യാപ്പ് പിന്നെയും വരും. അത് ഓപ്പൺ സർക്യൂട്ടായി മാറും. അപ്പം എന്ത് ചെയ്യും? ബൾബ് അണയുകയും ചെയ്യും. അതാണ് നമുക്ക് ഈ ഒരു പരീക്ഷണത്തിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. താപം ലഭിക്കുമ്പോൾ അലൂമിനിയം തകിടുകൾ വികസിച്ച് സർക്യൂട്ട് പൂർത്തിയായി ബൾബ് പ്രകാശിക്കുന്നു. താപം നഷ്ടപ്പെടുമ്പോൾ തകിടുകൾ സങ്കോചിക്കുകയും സർക്യൂട്ട് വിച്ഛേദിക്കപ്പെടുകയും ചെയ്യുന്നു. അതിനാൽ ബൾബ് അണയുന്നു. അലൂമിനിയത്തിന് പകരം ചെമ്പ്, ഇരുമ്പ് എന്നീ ലോഹങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു സെയിം പരീക്ഷണം തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിന് നമ്മൾ എത്തിച്ചേരുന്ന ഒരു കൺക്ലൂഷൻ എന്താണെന്ന് വെച്ചാൽ, താപം ലഭിക്കുമ്പോൾ ഖരവസ്തുക്കൾ വികസിക്കുന്നുണ്ട്, തണുക്കുമ്പോൾ എന്ത് ചെയ്യും? സങ്കോചിക്കുന്നുണ്ട്. ഇത് ഖരവസ്തുക്കളുടെ കേസാണ് കേട്ടോ പറയുന്നത്. താപം ലഭിക്കുമ്പോൾ ഖരവസ്തുക്കൾ വികസിക്കുന്നുണ്ട്, തണുക്കുമ്പോൾ സങ്കോചിക്കുകയും ചെയ്യുന്നു. അതിന് നമ്മുടെ ഡെയിലി ലൈഫിൽ നിന്നുള്ള 2 എക്സാമ്പിൾസ് ആണ്. ഇപ്പോൾ മുറുകി ഉറച്ചു പോയ പെൻ ക്യാപ്പ് എന്ത് ചെയ്യും? ചെറുതായി ചൂടാക്കിയിട്ട് നമുക്ക് ഊരിയെടുക്കാൻ പറ്റും. അതേപോലെ മുറുകിയ സ്റ്റീൽ ചോറ്റുപാത്രത്തിൻ്റെ അടപ്പും നമ്മൾ ചൂടാക്കി തുറക്കില്ലേ, അതൊക്കെ ഈ ഒരു ഖരവസ്തുക്കൾ ചൂട് പറ്റുന്ന സമയത്ത് വികസിക്കുന്നു എന്നതിൻ്റെ ഒരു എക്സാമ്പിളാണ്. താപം ലഭിക്കുമ്പോൾ ദ്രാവകങ്ങൾ വികസിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ അടുത്തൊരു എക്സ്പെരിമെൻറ്റിലൂടെ നോക്കുന്നത്. അതിനുള്ള ആവശ്യമായ സാമഗ്രികൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇഞ്ചക്ഷൻ കുപ്പി വേണം. ഇഞ്ചക്ഷൻ കുപ്പിക്ക് ചേരുന്നൊരു റബ്ബർ കോർക്ക്, മഷി തീർന്ന റീഫിൽ കുയൽ, പാത്രം, ചൂടുവെള്ളം, പൊട്ടാസ്യം പെർമാംഗനേറ്റ്, പിന്നെ സാധാരണ താപനിലയിലുള്ള വെള്ളവും വേണം. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇഞ്ചക്ഷൻ കുപ്പിയിൽ ജലം നിറച്ച് അല്പം പൊട്ടാസ്യം പെർമാംഗനേറ്റ് തരികൾ ഇടുക. റബ്ബർ കോർക്കിൽ ചെറിയ ദ്വാരം ഉണ്ടാക്കുക. അതിൽ റീഫിൽ കുയൽ ഉറപ്പിക്കുക. ഇഞ്ചക്ഷൻ കുപ്പി കോർക്ക് കൊണ്ട് അടയ്ക്കുക. ആ ഒരു ഇമേജിൽ കാണുന്നത് പോലെ നമ്മൾ എന്ത് ചെയ്യണം? ഇഞ്ചക്ഷൻ കുപ്പിയിൽ വെള്ളം നിറച്ച് വെക്കുകയാണ്. എന്നിട്ട് അതിൽ എന്ത് ചെയ്യുന്നുണ്ട്? കുറച്ച് പൊട്ടാസ്യം പെർമാംഗനേറ്റ് തരികളും ഇടുന്നുണ്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ ഒരു കോർക്ക് ഉണ്ടല്ലോ, റബ്ബർ കോർക്കിലൊരു ദ്വാരം ഉണ്ടാക്കിയിട്ട് റീഫിൽ അതിലേക്ക് ഇറക്കി വെക്കുന്നുണ്ട്. എന്നിട്ട് ഇഞ്ചക്ഷൻ കുപ്പി നമ്മൾ കോർക്ക് കൊണ്ട് അടച്ചു വെക്കുകയാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? റീഫിലിലെ ജലവിധാനം നൂല് കെട്ടി അടയാളപ്പെടുത്തുക. അപ്പോൾ എത്രത്തോളം ജലം ഉണ്ട് എന്നുള്ളത് എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം അടയാളപ്പെടുത്തി വെക്കണം. എന്നിട്ട് വേറൊരു പാത്രത്തിൽ ചൂടുവെള്ളം എടുക്കുക. അതിലേക്ക് ഈ ഒരു ഇഞ്ചക്ഷൻ കുപ്പി ഇറക്കി വെക്കുക. അപ്പോൾ എന്ത് മാറ്റമാണ് ഉണ്ടാവുന്നതെന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ എന്ത് മാറ്റമായിരിക്കും ഉണ്ടാവുക? ജലത്തിൻ്റെ നിരപ്പ് ഉയരും. ആദ്യം നമ്മൾ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ടായിരിക്കുമല്ലോ, അതിനേക്കാളും ഈ ചൂടുവെള്ളത്തിലേക്ക് ഇറക്കി വെക്കുന്ന സമയത്ത് ജലനിരപ്പ് ഉയരുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ചൂടുവെള്ളത്തിൽ നിന്ന് എടുത്ത് മാറ്റി വെക്കുകയാണെങ്കിൽ, അതായത് ഇപ്പം ചൂടായ സമയത്താണ് ഈ ഒരു ജലനിരപ്പ് ഉയർന്നിട്ടുണ്ടായിരുന്നത്. ഇനി ഇത് തണുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? അതിന് ഓപ്പോസിറ്റായിട്ട് പൂർവ്വസ്ഥിതിയിലേക്ക് തന്നെ വരും. ജലനിരപ്പ് ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു ലെവലിലേക്ക് തന്നെ വരും. അപ്പോൾ ഇങ്ങനെ മാറ്റം ഉണ്ടാവാനുള്ള കാരണം എന്താണ്? താപം ലഭിച്ചത് കൊണ്ടാണ്. ഇഞ്ചക്ഷൻ കുപ്പിയിലെ ജലത്തിന് ആ ഒരു താപം ലഭിച്ചതുകൊണ്ടാണ് എന്തായത്? അത് വികസിച്ച് ആ റീഫിലിൻ്റെ ഉള്ളിലേക്ക് കയറി ചെല്ലും. അങ്ങനെ ആ ഒരു ആദ്യം നമ്മൾ അടയാളപ്പെടുത്തിയ ഒരു ജലനിരപ്പിൽ നിന്നും ഉയർന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ നമ്മൾ അതെടുത്ത് ഈ ചൂടുവെള്ളത്തിൽ നിന്നും മാറ്റി തണുപ്പിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? ആ ജലനിരപ്പ് സാധാരണ നിലയിലേക്ക് തന്നെ വരികയും ചെയ്യും. കുപ്പിയിലെ ജലം വികസിക്കുകയും അത് റീഫില്ലിൽ തള്ളിക്കയറുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ജലവിധാനം ഉയർന്നത്. തണുക്കുമ്പോൾ ജലം സങ്കോചിക്കുന്നു. അതിനാലാണ് ജലനിരപ്പ് പൂർവ്വസ്ഥിതിയിലായത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള, അല്ലെങ്കിൽ നമ്മൾ എത്തുന്ന കൺക്ലൂഷൻ എന്താണ്? ദ്രാവകങ്ങൾ ചൂടാക്കുമ്പോൾ വികസിക്കുന്നുണ്ട്, അതേപോലെ തന്നെ തണുക്കുമ്പോൾ സങ്കോചിക്കുന്നുമുണ്ട്. ഇനി വാതകങ്ങളിലെ കേസും കൂടെ നമുക്ക് നോക്കാനുണ്ട്. വാതകങ്ങളിലെ താപീയ വികാസം. താപം ലഭിക്കുമ്പോൾ ഖരവസ്തുക്കൾക്കും ദ്രാവകങ്ങൾക്കും ഉണ്ടാകുന്ന സെയിം ചേഞ്ച് തന്നെയാണോ വാതകങ്ങളിലും ഉണ്ടാകുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ആ ഒരു എക്സ്പെരിമെൻറ്റിന് വേണ്ട സാധനങ്ങൾ: അലൂമിനിയം വിളക്ക്, പ്ലാസ്റ്റിക് ട്യൂബ്, ബോർഡ്, നിറമുള്ള ജലം, ചൂടുജലം, തണുത്ത ജലം. അങ്ങനെയാണ് നമുക്ക് വേണ്ടത്. എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അലൂമിനിയം വിളക്കിൽ പ്ലാസ്റ്റിക് ട്യൂബ് ചിത്രത്തിൽ കാണുന്നത് പോലെ ഉറപ്പിക്കുക, ആ ഇമേജിൽ കൊടുത്തതുപോലെ. എന്നിട്ട് അതിൻ്റെ മറ്റേ അറ്റം എന്ത് ചെയ്യുക? ഒരു യു പോലെ ഒരു ബോർഡിലും ഒട്ടിച്ച് വയ്ക്കുക. പിന്നെ നമുക്ക് എന്തൊക്കെ വേണം? ചൂടുള്ള വെള്ളവും വേണം, തണുത്ത വെള്ളവും വേണം. എന്നിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ അലൂമിനിയം വിളക്ക് എന്ത് ചെയ്യും? ആദ്യം ചൂടുള്ള വെള്ളത്തിൽ ഇറക്കി വെക്കും. അപ്പം അതിന് മുന്നേ നമ്മൾ ആ നിറമുള്ള ജലം വേണമല്ലോ, അത് ഈ ഒരു ട്യൂബിൻ്റെ ഉള്ളിലാക്കി കൊടുക്കുന്നുണ്ട്, പ്ലാസ്റ്റിക് ട്യൂബിൻ്റെ ഉള്ളിൽ. അപ്പോൾ അത് യു ഷേപ്പിലായതുകൊണ്ട് താഴെ വന്ന് കിടക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ചൂടുള്ള വെള്ളത്തിലേക്ക് ഇറക്കി വെക്കുന്ന സമയത്ത് ആ ഒരു നിറമുള്ള ജലത്തിന് എന്തെങ്കിലും മാറ്റം ഉണ്ടാവുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത്. മാറ്റം ഉണ്ടാവും അല്ലേ? എന്തായിരിക്കും? ഇത് ചൂടാവുന്നത് കൊണ്ട് താപീയ വികാസം സംഭവിച്ചിട്ട് എന്ത് ചെയ്യും? ആ ഒരു നിറമുള്ള ജലം മുകളിലേക്ക് ഉയരും. അതിൻ്റെ
ആ ഒരു മുകളിലേക്ക് ഉയർന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമ്മളതെടുത്ത് തണുപ്പുള്ള ജലത്തിലേക്കാണ് വെക്കുന്നത്. തണുപ്പുള്ള ജലത്തിലേക്ക് വെക്കുമ്പോൾ എന്ത് ചെയ്യും? തണുപ്പ് പറ്റുന്ന സമയത്ത് അതിനുള്ളിലുള്ള വായു എന്ത് ചെയ്യും? സങ്കോചിച്ചിട്ട് ഈ ഒരു നിറമുള്ള ജലം പൂർവ്വസ്ഥിതിയിലേക്ക് തന്നെ വരും, അതായത് താഴത്തേക്ക് തന്നെ വരുന്നതായിട്ട് കാണും. അലൂമിനിയം വിളക്ക് ചൂടാകുമ്പോൾ അതിനുള്ളിലെ വായുവും ചൂടാകും. ചൂടായ വായു വികസിക്കുന്നത് കൊണ്ട് എന്ത് ചെയ്യും? ട്യൂബിനുള്ളിലെ നിറമുള്ള ജലത്തുള്ളി എന്ത് ചെയ്യും? മുകളിലേക്ക് ഉയർന്നു വരും. അതേപോലെ തണുപ്പിക്കുന്ന സമയത്തോ തണുപ്പുള്ള വെള്ളത്തിലേക്ക് വെക്കുന്ന സമയത്ത് അലൂമിനിയം വിളക്ക് തണുക്കുമ്പോൾ അതിനുള്ളിലുള്ള വായുവും തണുക്കുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? നിറമുള്ള ജലത്തുള്ളി ആദ്യം ഉണ്ടായിരുന്ന ആ സ്ഥാനത്തേക്ക് തന്നെ നീങ്ങി വരും. അപ്പോൾ ഇവിടെ നിന്നുള്ള നമ്മുടെ കൺക്ലൂഷൻ എന്താണ്? ചൂടാക്കുമ്പോൾ വാതകങ്ങൾ വികസിക്കുന്നു, തണുക്കുമ്പോൾ സങ്കോചിക്കുന്നു. ഇപ്പോൾ 3 കേസിലും ഇതേ റിസൾട്ടാണ് നമുക്ക് കിട്ടിയതല്ലേ? ഖരമാണെങ്കിലും ദ്രാവകമാണെങ്കിലും വാതകമാണെങ്കിലും ചൂടാക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? വികസിക്കുന്നുണ്ട്. തണുക്കുന്ന സമയത്ത് സങ്കോചിക്കുന്നുമുണ്ട്. ഇനി താപനില എന്താണെന്നുള്ളത് ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. താപത്തിൻ്റെ അളവിനെ സൂചിപ്പിക്കുന്ന പദമാണ് താപനില. ഡിഗ്രി സെൽഷ്യസ്, ഡിഗ്രി ഫാരൻഹീറ്റ് എന്നീ യൂണിറ്റുകളാണ് താപനില സൂചിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്നത്. അപ്പം താപത്തിൻ്റെ അളവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? താപനില എന്ന് പറയുന്നത്. ഡിഗ്രി സെൽഷ്യസും ഡിഗ്രി ഫാരൻഹീറ്റുമാണ് നമ്മൾ താപനിലയുടെ യൂണിറ്റുകളായിട്ട് പറയുന്നത്. പഠിച്ചു വയ്ക്കണേ. ശരീര താപനില അളക്കാൻ ക്ലിനിക്കൽ തെർമോമീറ്ററാണ് ഉപയോഗിക്കുക. നമ്മുടെ ശരീരത്തിന് ഇപ്പം പനി വരുന്ന സമയത്തൊക്കെ നമ്മുടെ ടെമ്പറേച്ചർ നോക്കാറില്ലേ? അതിനുപയോഗിക്കുന്ന ഉപകരണമാണ് ഏത്? ക്ലിനിക്കൽ തെർമോമീറ്റർ. അതിൻ്റെ ഇമേജാണ് ആ ഒരു റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുള്ളത്. സാധാരണ അവസ്ഥയിൽ മനുഷ്യൻ്റെ ശരീര താപനില 37 ഡിഗ്രി സെൽഷ്യസ് അഥവാ 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. അത് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. സാധാരണ അവസ്ഥയിൽ മനുഷ്യൻ്റെ ശരീര താപനില എന്ന് പറയുന്നത് 37 ഡിഗ്രി സെൽഷ്യസ് അഥവാ 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇതിലെ ടെക്സ്റ്റിലൊരു ലബോറട്ടറി തെർമോമീറ്ററിൻ്റെ ഇമേജും കൂടെ കൊടുത്തിട്ടുണ്ട്. താപനില അളക്കാൻ വേണ്ടി ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ലബോറട്ടറി തെർമോമീറ്റർ. പിന്നെ നമുക്ക് ചെയ്തു നോക്കാനുള്ളൊരു എക്സ്പെരിമെൻ്റ് ആണ് പറയുന്നത്. അത് നമുക്ക് സ്കിപ്പ് ചെയ്യാം. ഇനി അന്തരീക്ഷ താപനില. പകലാണോ രാത്രിയിലാണോ അന്തരീക്ഷത്തിൻ്റെ താപനില ഉയരുന്നത്? എന്തുകൊണ്ട്? രാവിലെയുള്ള താപനില ആയിരിക്കുമോ ഉച്ചയ്ക്ക് അനുഭവപ്പെടുന്നത്? വൈകുന്നേരമോ? അങ്ങനെ ആയിരിക്കുമോ? അല്ല, ഡിഫറെൻ്റ് ആയിരിക്കും ഓരോ നേരവും. രാവിലെ അധികം താപനില ഉണ്ടായിരിക്കില്ല, പക്ഷെ ഉച്ചയ്ക്ക് ആകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? നമുക്ക് അധികം താപനില ആയിരിക്കും, നല്ല ചൂടായിരിക്കും. പിന്നെ വൈകുന്നേരം ആകുമ്പം പിന്നെയും താപനില കുറഞ്ഞു വരും. അങ്ങനെ വേരിയേഷൻസ് ഉണ്ടാവുന്നുണ്ട്. അന്തരീക്ഷ താപനിലയിലെ വ്യത്യാസം പ്രകൃതി പ്രതിഭാസങ്ങൾക്ക് കാരണമാകുന്നുണ്ടോ? സൂര്യൻ്റെ താപം മൂലമാണ് എന്ത് ചെയ്യുന്നത്? ഭൂമിയിലെ മണ്ണും ജലവും ഒക്കെ ചൂടാകുന്നത്. ഇനി ആ ഒരു സിറ്റുവേഷനിൽ തന്നെ ഒരേ സമയം മണ്ണും ജലവും വെയിലത്ത് വെച്ചാൽ ഏതായിരിക്കും ആദ്യം ചൂടാവുക? അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മളിനി നോക്കുന്നത്. അതിനും നമുക്ക് ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യാനുണ്ട്. 2 ഗ്ലാസ് ടംബ്ലർ വേണം. പിന്നെ വേണ്ടത് 2 ലബോറട്ടറി തെർമോമീറ്റർ. പിന്നെ നമ്മൾ ഒന്നിൽ നിറയ്ക്കുന്നത് മണലാണ്, ഒന്നിൽ ജലവും. എന്നിട്ട് എന്ത് ചെയ്യാം? നമുക്കത് രണ്ടും വെയിലത്ത് കൊണ്ടുപോയി വയ്ക്കുക. 2 ഗ്ലാസ്സിൽ, ഒരു ഗ്ലാസ്സിൽ ജലവും നിറയ്ക്കുക, ഒരു ഗ്ലാസ്സിൽ മണലും വയ്ക്കുക. എന്നിട്ട് രണ്ടിലും തെർമോമീറ്റർ ഇട്ട് വയ്ക്കുക. എന്നിട്ട് നമ്മൾ ഒരേ സമയം വെയിലത്ത് കൊണ്ടുവയ്ക്കുകയാണ്. എന്നിട്ട് ആ ഒരു പർട്ടിക്കുലർ ടൈം കഴിഞ്ഞിട്ട് ഒരു 20 മിനിറ്റ്സ് കൂടുന്ന സമയത്ത് നമ്മൾ നോക്കണം ടെമ്പറേച്ചർ എത്രയാണെന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും? ജലത്തേക്കാൾ വേഗം ചൂടാവുന്നത് ഏതാണ്? മണലായിരിക്കും. ഒരേ ടൈമിൽ നമ്മൾ വെക്കുകയാണെങ്കിലും ജലം സാവധാനമായിരിക്കും ചൂടായി വരുന്നുണ്ടാവുക, പക്ഷേ മണൽ എന്ത് ചെയ്യും? പെട്ടെന്ന് ചൂടാവുന്നുണ്ടായിരിക്കും. പിന്നെ നമ്മളതെടുത്ത് വെയിലത്ത് നിന്ന് എടുത്ത് മാറ്റി തണുപ്പിക്കാൻ വെച്ചാലും ഇതേപോലെ തന്നെ ആയിരിക്കും. മണൽ എന്ത് ചെയ്യും? പെട്ടെന്ന് തണുക്കും, പക്ഷേ ജലം സാവധാനത്തിലായിരിക്കും തണുക്കുന്നുണ്ടായിരിക്കാം. അതാണ് നമുക്ക് ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ നിന്നും മനസ്സിലാക്കാനുള്ളത്. ഇനി നമ്മൾ ഈ ഒരു എക്സ്പെരിമെൻറ്റിനെ ബേസ് ചെയ്തിട്ട് തന്നെ കരക്കാറ്റും കടൽക്കാറ്റും എന്താണെന്നുള്ളതാണ് നോക്കുന്നത്. ജലം സാവധാനവും മണൽ വേഗത്തിലും ചൂടാകുന്നു. ചൂടായ മണൽ വേഗം തണുക്കുകയും ചൂടായ ജലം സാവധാനത്തിലാണ് തണുക്കുകയും ചെയ്യുന്നത്. അതിനെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? നമുക്ക് കരക്കാറ്റും കടൽക്കാറ്റും എന്താണെന്നുള്ളത് നോക്കാം. ഭൂമിയിൽ എന്താണ്? കരയും കടലുമാണുള്ളത്. അപ്പം എങ്ങനെയാണ്? സൂര്യപ്രകാശം ഏൽക്കുന്ന സമയത്ത് കരയാണോ അതോ കടലായിരിക്കും ആദ്യം ചൂടാവുന്നുണ്ടാവുക? ഇപ്പം നമ്മൾ ആ ഒരു പരീക്ഷണത്തിൽ പറഞ്ഞതുപോലെ തന്നെ എന്തായിരിക്കും? കരയായിരിക്കും ആദ്യം ചൂടാവുന്നുണ്ടാവുക അല്ലേ? നമ്മുടെ എക്സ്പെരിമെൻറ്റിൽ മണലായിരുന്നു ആദ്യം ചൂടായത്. അപ്പം കരയായിരിക്കും ആദ്യം ചൂടാവുന്നുണ്ടാവുക. അതേപോലെ തന്നെ ജലത്തേക്കാളും പെട്ടെന്ന് തണുത്തതും എന്താണ്? മണൽ തന്നെയാണ്. അതുകൊണ്ട് കടലിനേക്കാളും പെട്ടെന്ന് തണുക്കുന്നതും കര തന്നെ ആയിരിക്കും. അപ്പം കടൽക്കാറ്റ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ജലത്തേക്കാൾ വേഗത്തിൽ കര ചൂടുപിടിക്കുകയും വേഗത്തിൽ തണുക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് പകൽ സമയങ്ങളിൽ കരയ്ക്ക് കടലിനേക്കാൾ ചൂട് കൂടുതലാണ് അല്ലേ? ജലത്തേക്കാളും പെട്ടെന്ന് എന്ത് ചെയ്യും? കര പെട്ടെന്ന് ചൂട് പിടിക്കുകയും ചെയ്യും, അതേപോലെ തന്നെ പെട്ടെന്ന് തണുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം പകൽ സമയങ്ങളിൽ എന്ത് ചെയ്യും? സൂര്യൻ്റെ താപനില ഡയറക്റ്റ് കിട്ടുന്നതുകൊണ്ട് കരയ്ക്കായിരിക്കും കടലിനേക്കാൾ ചൂടുണ്ടായിരിക്കാം. കരയോട് തൊട്ട് മുകളിലുള്ള വായു ചൂടുപിടിക്കും. അപ്പം പെട്ടെന്ന് ചൂടാവുന്ന സമയത്ത് എന്ത് ചെയ്യും? കരയോട് തൊട്ട് മുകളിലുള്ള വായുവും ചൂടാവും. ഈ വായു വികസിച്ച് മുകളിലേക്ക് ഉയർന്നു പോകും.
കരയുമായി താരതമ്യപ്പെടുത്തിയാൽ കടലിന് മുകളിലുള്ള വായു തണുത്തതാണ്. അല്ലേ, രണ്ടും കമ്പയർ ചെയ്യുന്ന സമയത്ത് കരയ്ക്കായിരിക്കും കൂടുതൽ ചൂടുണ്ടായിരിക്കുക. അപ്പം കടലിൻ്റെ മുകളിലുള്ള വായു എന്തായിരിക്കും? തണുത്തതായിരിക്കും. കരയിലെ ചൂട് പിടിച്ച വായു മുകളിലേക്ക് പോകുമ്പോൾ കടലിനു മുകളിലെ തണുത്ത വായു ഈ സ്ഥലത്തേക്ക് വരുന്നു. ഇങ്ങനെയാണ് കടൽക്കാറ്റ് ഉണ്ടാകുന്നത്. അപ്പം കടൽക്കാറ്റ് ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരേ സമയം എന്താണ്, രണ്ടും ചൂടാവാണ്. അപ്പം പക്ഷേ കൂടുതൽ ചൂടുള്ളത് എവിടെയാണ്? കരയിലാണ്. അപ്പം കരയിലുള്ള വായു എന്ത് ചെയ്യും? ചൂട് പിടിച്ച് മുകളിലേക്ക് ഉയർന്നു പോകും. ഇനി കടലിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ അവിടെ ചൂടുണ്ട്, പക്ഷെ എന്താണ്, കമ്പാരിറ്റീവ്ലി ചൂട് കുറവാണ്, കുറച്ച് തണുത്തിരിക്കുന്ന സിറ്റുവേഷൻ ആയിരിക്കും. അപ്പം ഈ കരയിലാണെങ്കിൽ വായു ഉയർന്നു പോയിട്ടുണ്ട്. അപ്പം ആ ഒരു ഗ്യാപ്പിലേക്ക് എന്ത് ചെയ്യും? കടലിൻ്റെ മുകളിലുള്ള വായു എന്ത് ചെയ്യും? വീശാൻ തുടങ്ങും. അപ്പം അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? കടൽക്കാറ്റ് എന്ന് പറയുന്നത്. ഇത് ഏത് സമയത്താണ് നടക്കുന്നത്? പകൽ സമയങ്ങളിലാണ് നടക്കുന്നത്. പകൽ സമയങ്ങളിലാണ് എന്ത് ചെയ്യുന്നത്? കടൽക്കാറ്റ് ഉണ്ടാവുന്നത്. കടലിൽ നിന്നും കരയിലേക്ക് കാറ്റ് വീശുന്നു. അതായത് തണുപ്പുള്ള സ്ഥലത്ത് നിന്നും ചൂട് കൂടിയ സ്ഥലത്തേക്ക് കടൽക്കാറ്റ് വീശുന്നു. ഇനി രാത്രിയിൽ എന്തായിരിക്കും കേസ്? രാത്രിയിൽ കടലിനായിരിക്കോ കരയ്ക്കായിരിക്കോ ചൂട് കൂടുതൽ ഉണ്ടാവാം? രാത്രിയാവുന്ന സമയത്ത് കര എന്ത് ചെയ്യും? പെട്ടെന്ന് തണുക്കുന്നുണ്ടായിരിക്കും, പക്ഷെ കടൽ സാവധാനമായിരിക്കും തണുക്കുന്നുണ്ടായിരിക്കാം. കരക്കാറ്റ്. കടലിനേക്കാൾ വേഗത്തിൽ കര തണുക്കുന്നു. അതിനാൽ കടലിന് മുകളിലുള്ള വായുവിന് താരതമ്യേന ചൂട് കൂടുതലാണ്. അതിനാൽ കടലിന് മുകളിലെ വായുവാകും കൂടുതൽ വികസിച്ചിരിക്കുക. അപ്പോൾ കരയുടെ മുകളിലുള്ള തണുത്ത വായു കടലിലേക്ക് പ്രവഹിക്കുന്നു. ഇത് കരക്കാറ്റിന് കാരണമാകുന്നു. അപ്പം നേരത്തെ രാവിലെ ഉണ്ടായതിൻ്റെ ഓപ്പോസിറ്റാണ് രാത്രി നടക്കുന്നത്, അല്ലേ? സാവധാനം തണുത്ത് വരുമ്പോൾ കടലിൻ്റെ അവിടെ ആയിരിക്കും എന്ത് ചെയ്യുക? രാത്രി കൂടുതൽ ചൂടുണ്ടായിരിക്കുക. അപ്പോൾ അവിടെ കടലിന് മുകളിലുള്ള വായുവൊക്കെ എന്ത് ചെയ്യും? വികസിച്ച് മുകളിലേക്ക് പോകും. അപ്പം കര തണുത്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പം കരേൻ്റെ മുകളിലുള്ള വായു എന്ത് ചെയ്യും? ഈ കടലിൻ്റെ ഭാഗത്തേക്ക് വീശാൻ തുടങ്ങും. അതിനെയാണ് നമ്മൾ കരക്കാറ്റ് എന്ന് പറയുന്നത്. കരയിൽ നിന്നും കടലിലേക്ക് വീശുന്നത്. അതെപ്പോഴാണ്? രാത്രിയാണ് കരക്കാറ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ബേസ് ചെയ്ത് പറഞ്ഞില്ലേ, കടൽക്കാറ്റ് എന്താണെന്നുള്ളതും കരക്കാറ്റ് എന്താണെന്നുള്ളതും പഠിച്ചു. കടൽക്കാറ്റ് എപ്പോഴാണ്? പകലാണ് ഉണ്ടാകുന്നത്. പകൽ കടലിനേക്കാളും കൂടുതൽ കരയ്ക്കായിരിക്കും ചൂടുണ്ടായിരിക്കുക. അപ്പോൾ അവിടുത്തെ വായു ചൂട് പിടിച്ച് മുകളിലേക്ക് പോകുമ്പോൾ കടലിൽ നിന്നും തണുത്ത കാറ്റ് എന്ത് ചെയ്യാണ്? കരയിലേക്ക് വീശുകയാണ് ചെയ്യുന്നത്. ഈ രാത്രിയാകുമ്പോൾ കര സാവധാനത്തിലായിരിക്കും, കര പെട്ടെന്ന് തണുക്കുകയും കടൽ സാവധാനത്തിലായിരിക്കും തണുക്കുകയും ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പം കടലിൻ്റെ അവിടെ ആയിരിക്കും ചൂടുണ്ടാവുക. ചൂടുള്ള വായു മുകളിലേക്ക് പോകും. അപ്പം തണുത്ത കരയിൽ നിന്നും കടലിലേക്ക് കാറ്റ് വീശും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കരക്കാറ്റ് എന്ന് പറയുന്നത്. അത് രാത്രിയിലാണ് നടക്കുന്നത്. രണ്ടും മാറിപ്പോരുത് കേട്ടോ. നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി ചൂട് എവിടെയായിരിക്കും കൂടുതൽ എന്നുള്ളത്. കരയായിരിക്കും കടലിനേക്കാളും പെട്ടെന്ന് ചൂടാവുന്നതും തണുക്കുകയും എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സജഷൻസൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം? അടുത്തൊരു ചാപ്റ്റർ കവർ ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാപ്പി ലേണിംഗ്.